exploring travel and food. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാടിനുള്ളിൽ ഒരു റിസോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നറിഞ്ഞതുകൊണ്ടാണ് ആ റിസോർട്ടിൽ സ്റ്റേ ചെയ്യാനാണ് പോകുന്നത്. തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിക്ക് ഏകദേശം 1-2 കിലോമീറ്റർ അടുത്തായിട്ടാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ റൂട്ടിൽ നിന്ന് നമ്മൾ ഒരു 1-1.5 കിലോമീറ്റർ കൂടുതൽ കാട്ടുവഴിയിലൂടെ ഉള്ളിലോട്ട് സഞ്ചരിച്ചാലാണ് ഈ റിസോർട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വഴികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പേടിയായി. കാരണം മാനേജർ പറഞ്ഞിരുന്നു 6 മണിക്ക് മുമ്പ് നിങ്ങളിവിടെ എത്തണം, 6 മണിക്ക് ശേഷം പുറത്തേക്ക് പോകാൻ പറ്റില്ല, രാത്രിയൊന്നും ഇതിൽ ഇറങ്ങാനേ പറ്റില്ല. കാരണം വന്യമൃഗങ്ങൾ, പ്രത്യേകിച്ച് ആനകൾ ഇതിലെ നടക്കാറുണ്ട്. വരുന്ന വഴിക്ക് നമ്മൾ ആനപ്പിണ്ടമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സാധനങ്ങൾ മേടിക്കണമെങ്കിൽ നേരത്തെ മേടിച്ചിട്ട് വരണം. പിന്നെ ഭക്ഷണമാണെങ്കിലും നമ്മൾ ഒരു 12 മണിക്ക് മുമ്പ് അവരെ വിളിച്ച് പറയണം എന്തൊക്കെ ഭക്ഷണം ഡിന്നറിന് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചായക്ക് സ്നാക്സ് എന്തെങ്കിലും വേണമെങ്കിൽ എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞു കഴിഞ്ഞാലേ അവർക്കത് മേടിച്ച് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുള്ളൂ. ഇത് കാട്ടിന് നടുവിലായതുകൊണ്ട് അങ്ങനെയുള്ള കുറേ കുറവുകളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ കാട്ടുവഴി കൂടെ സഞ്ചരിച്ച് അവസാനം നമ്മൾ ആ റിസോർട്ടിലേക്ക് അവസാനം എത്തി. എല്ലാവർക്കും നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഈ റൂട്ടിൽ കൂടെ ട്രാവൽ ചെയ്ത് റിസോർട്ടിലോട്ട് എത്തുന്നവരേക്കും. ഈ കുണ്ടും കുഴികളൊക്കെ നിറഞ്ഞിട്ടുള്ള റോഡായിരുന്നു. അപ്പോൾ അത് അങ്ങനെ നമ്മൾ അവസാനം റിസോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയൊരു പോർഷനസ് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ കാടിൻ്റെ നടുവിലാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു റിസോർട്ടാണ്. ഒരു പഴയ മന പൊളിച്ച് കൊണ്ടുവന്ന് ഇവിടെ സെറ്റ് ചെയ്തെന്നാണ് ഇവർ പറഞ്ഞത്. ഈ റിസോർട്ടിന് ചുറ്റുമായിട്ട് വെള്ളം ഒരു ബോഡി ഉണ്ട്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു വെൽക്കം ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള നെല്ലിക്ക, ഒരു അരിഷ്ടം പോലത്തെ ഒരു സംഭവമാണ് തന്നത്. ചുറ്റും ഞാൻ പറഞ്ഞ പോലെ കാടാണ്. ഇപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല, ഇവിടെ തന്നെ പാർക്ക് ചെയ്യേണ്ടി വരും. പിന്നെ ഇന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും വിസിറ്റേഴ്സ് ആയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രൈവസി കിട്ടുമെന്നുള്ളൊരു സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരുന്നു. റൂമാണെങ്കിലും ചെറിയ ഒരു റൂമാണ്. പണ്ടത്തെ ഈ മന പൊളിച്ചു കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ആ ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതുപോലുള്ളൊരു റൂം. 2 സൈഡിലും ഡോറുണ്ട്. പുറം ഭാഗത്തേക്കും ഒരു ബാൽക്കണി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ഇപ്പോൾ പുറത്ത് വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഒരു പ്രത്യേക ഒരു കാഴ്ചയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭൂതത്താൻകെട്ട് ഡാമിൽ വെള്ളം ഒഴുക്കി വിട്ടത് കൊണ്ട് തന്നെ അവിടെ വെള്ളമില്ല. അല്ലെങ്കിൽ അവിടെ കയാക്കിങ്ങും മറ്റ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. AC ഉണ്ടായിരുന്നു, TV ഉണ്ട്. പിന്നെ ബാത്റൂം ആണെങ്കിലും അത്യാവശ്യം ക്ലീനായിരുന്നു. പിന്നെ അവിടെ സോപ്പും പിന്നെ ഷാമ്പു ഒക്കെ ഉണ്ടായിരുന്നു. വാട്ടർ ഹീറ്റർ അവൈലബിൾ ആയിരുന്നു. റൂമിൽ വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മറ്റു റിസോർട്ടിലൊക്കെ കാണുന്ന പോലെ ഒരു കെറ്റിൽ അല്ലെങ്കിൽ ചായപ്പൊടി, പാൽപ്പൊടി അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചായ ഉണ്ടാക്കി കുടിക്കുകയായിരുന്നു. ഇതിപ്പോൾ ചായ എന്തെങ്കിലും വേണമെങ്കിൽ അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. നമുക്ക് പുറത്ത് പോയിട്ടും കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ചെറിയൊരു സ്വിമ്മിങ് പൂൾ ഉണ്ടായിരുന്നു. ഇവിടെ വെള്ളം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു ഈ സൈഡിൽ. രാത്രിയായി ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ആംബിയൻസ് ആണ്. പ്രത്യേകം പറയുകയാണെങ്കിൽ നമുക്കിവിടെ വരാമെന്ന് പറയാനാണെങ്കിൽ നമ്മൾ തിരക്കും പൊല്യൂഷനൊക്കെ ഉള്ള സിറ്റി ലൈഫിൽ നിന്ന് കാടിൻ്റെ നടുവ് നല്ല ഫ്രഷായിട്ടുള്ള ഓക്സിജൻ, പിന്നെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, ഇതുപോലുള്ളൊരു ആംബിയൻസ്, ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ദിവസം വന്ന് താമസിക്കാവുന്നതാണ്. രാത്രി ഒരു 8:30 ആകുമ്പോഴേക്കും ഡിന്നർ അവർ സെറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ടൈം വേണമെങ്കിൽ പറയാം. 8:30-ക്ക് ശേഷം വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ടൈം പറയാം. അപ്പം നമ്മളവിടെ അവരൊരു ഡിന്നർ കഴിക്കാനായിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. അവിടെ അവർ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അറിയിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, രാവിലെ തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, നമ്മൾ ചിക്കൻ റോസ്റ്റ്, പിന്നെ ഫ്രൈഡ് റൈസ്, ചപ്പാത്തി, ഇതാണ് ഡിന്നറിന് പറഞ്ഞിരുന്നത്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. അതൊരു എടുത്തു പറയേണ്ട കാര്യമാണ്. എല്ലാവർക്കും ഭക്ഷണം വളരെയധികം ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും അത്യാവശ്യം കഴിക്കാനുള്ള ഭക്ഷണം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ
ഒരു പ്രത്യേക വൈബാണ്. രാവിലെ എണീറ്റ് നമ്മൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു റിഫ്രഷിംഗ് ആയിട്ടൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ചെറിയൊരു മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതും കൂടി ആയി കഴിഞ്ഞപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു സീനറി പോലെ ഒരു ദൃശ്യമാണ് കാണാൻ കഴിഞ്ഞത്. നല്ലൊരു ഭംഗിയായിരുന്നു ആ സമയത്ത് കാണാനായിട്ട്. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ വെള്ളം കൂടി ഉണ്ടായിരുന്നെങ്കിൽ, അത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞാണ്, പക്ഷേ ഒന്നുകൂടി പറയുകയാണ്, വെള്ളം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു എന്നെ കാണാൻ. ഇപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. നമുക്കിവിടെ വെള്ളയപ്പം, മുട്ടക്കറി, ബ്രെഡ്, ജാം, ബട്ടർ ഉണ്ടായിരുന്നു. പിന്നെ പഴം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചായ അല്ലെങ്കിൽ കാപ്പി. ഒരു മോർണിംഗ് ടീ അവർക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് സ്റ്റേ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്റ്റേ ഇഷ്ടപ്പെട്ടു. വലിയൊരു ഫെസിലിറ്റീസ് ഒന്നും ഈ റിസോർട്ടിലില്ല. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാടിൻ്റെ നടുവിൽ ഒരു ബഹളവും ഇല്ലാതെ നമുക്ക് കാം ആൻഡ് ക്വയറ്റ്, ഒരു പൊല്യൂഷനും ഇല്ലാതെ ഫ്രഷ് എയറിൽ ഒരു ദിവസം നമ്മൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ രസമായിട്ട് താമസിച്ച് പോവാം. ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഭക്ഷണം അങ്ങനെ വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് പുറത്തുനിന്ന് നേരത്തെ മേടിച്ച് കൊണ്ടുവരണം. രാത്രി ആയി കഴിഞ്ഞാൽ പുറത്തേക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല. പിന്നെ എല്ലാ ഭക്ഷണ കാര്യത്തിനും അവർ ഡിപ്പെൻഡ് ചെയ്യണം. അവരതിന് ചാർജ് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾക്ക് ഒരു ദിവസം കാടിനുള്ളിൽ താമസിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ വരുന്നത് നന്നായിരിക്കും. പിന്നെ ഒരു ഡിസംബർ മാസത്തിലൊക്കെ ആണ്, ഈ മഴക്കാലം കഴിഞ്ഞ് ഭൂതത്താൻകെട്ട് ഡാം ഷട്ടറൊക്കെ അടച്ച് കഴിയുമ്പോഴാണ് ആ ഡാമിലെ വെള്ളമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആ സമയത്താണ് അവിടെ കയാക്കിങ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ സമയത്ത് വരികയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ 3500 രൂപയാണ് ഇവിടെ ഒരു റൂമിന് അവർ ചാർജ് ചെയ്യുന്നത്, കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ്. ടോട്ടൽ 7 റൂമാണ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അഡീഷണൽ ബെഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.